മറ ഈസ ഇബ്നു മറിയം അലാ ഖബരിൻ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖബറിന്റെ സമീപം ഇങ്ങനെ നടന്നുപോയപ്പോൾ ഫറആ മലായികത്തുൽ അദാബി യുഅദിബൂന മയ്യിതൻ, ആ ഖബറിലുള്ള മയ്യിത്തിനെ അദാബിന്റെ മലക്കുകൾ ശിക്ഷിക്കുന്നതായിട്ട് ഈസാ നബി കാണുകയാണ്. ഫലമൻസറഫ മിൻ ഹാജതിഹി മറ അലൽ ഖബരി, ആവശ്യം കഴിഞ്ഞ് അതേ റൂട്ടിലൂടെ തിരിച്ചു വന്നപ്പോൾ ആ ഖബറിലുള്ള ശിക്ഷ ഉയർന്നു പോവുകയും ആ സ്ഥാനത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത്ഭുതമായി പോയി. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ ഖബറിൽ ശിക്ഷയാണ്, തിരിച്ചു വന്ന് ഇവിടെ എത്തിയപ്പോൾ ഈ ഖബറിലെ ശിക്ഷ ഉയർന്നു പോയിരിക്കുന്നു. എന്താണ് ഇതിന്റെ രഹസ്യം പടച്ചവനെ? ഉടനെ ഈസാ നബി അലൈഹി സ്വലാം അവിടുന്ന് നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്തു, പടച്ചവന് ഇതിന്റെ രഹസ്യം എന്താണ് റബ്ബേ, എനിക്കൊന്ന് അറിയിച്ചു തരണോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ശിക്ഷയാണ്, തിരിച്ചു വന്നപ്പോൾ റഹ്മത്താണ്. ഇതിന്റെ കാരണം എന്താ? ഈ ഖബറിൽ കഴിയുന്ന മനുഷ്യനൊരു ദോഷിയായ മനുഷ്യനായിരുന്നു. ഇദ്ദേഹം ജീവിച്ച കാലം അത്രയും തെറ്റുകൾ ചെയ്ത് ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഖബറിൽ വെച്ച് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുകയാണ്. അതേ സമയത്ത് ഈ മനുഷ്യൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞ് ഫവലത്ത് വലതൻ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു. ആ സ്ത്രീ തന്റെ കുട്ടിയെ നല്ല പോലെ വളർത്തുകയാണ്, അദബ് പഠിപ്പിക്കുകയാണ്, മര്യാദ പഠിപ്പിക്കുകയാണ്. ഗ്രന്ഥം പഠിക്കാൻ വേണ്ടിയിട്ട് ഫസല്ലമതുഹു ഇലൽ കിതാബ്, ഗ്രന്ഥം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഅല്ലിമിലേക്ക്, ഒരു ഉസ്താദിലേക്ക് ഈ ഭാര്യ ഈ സ്ത്രീ തന്റെ കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. ഖുർആൻ ഗ്രന്ഥം പഠിക്കാൻ വേണ്ടി, വേദഗ്രന്ഥം പഠിക്കാൻ വേണ്ടിയിട്ട്, പഠിപ്പിക്കാൻ വേണ്ടി തന്റെ കുട്ടിയെ ഒരു ഉസ്താദിലേക്ക് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഉസ്താദ് ഈ കുട്ടിക്ക് ഈ ഉസ്താദ് ഈ കുട്ടിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വചനമാണ് ബിസ്മി. ആ ബിസ്മി ചൊല്ലാൻ വേണ്ടി കുട്ടിയെ പഠിപ്പിക്കുകയും ഈ കുട്ടി അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയുന്നു ഫസ്തഹയതു മിൻ അബ്ദി അൻ ഉഅദിബഹു ബിനാരി ഫീ ബത്നിൽ അർള്, അതുകൊണ്ട് തന്നെ എന്റെ അടിമയെ ഭൂമിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ശിക്ഷിക്കല് ഞാൻ ലജ്ജിക്കുകയാണ്, ഞാൻ ലജ്ജിക്കുകയാണ്. കാരണം വലതുഹു യദ്കുറു ഇസ്മി അലാ വജ്ഹിൽ അർള്, ഭൂമുഖത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ എന്റെ ബിസ്മി, എന്റെ റഹ്മത്തിന്റെ വാക്കാകുന്ന ബിസ്മി ചൊല്ലുന്നു. ആ കുട്ടിയുടെ പിതാവിനെ ഖബറിൽ വെച്ച് ശിക്ഷിക്കല് ഞാൻ ലജ്ജിക്കുന്നു. കാരണം ഈ ബിസ്മി ഈ പൊന്നുമോനെ ചൊല്ലാൻ കാരണോ ഈ പിതാവാണല്ലോ. അതുകൊണ്ട് കാരണക്കാരനായ ഈ പിതാവിനെ ഖബറിൽ വെച്ച് ശിക്ഷിക്കല് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഖബറിൽ നിന്ന് ഞാൻ ശിക്ഷയെ ഉയർത്തിക്കളഞ്ഞതാ. മക്കൾ ബിസ്മി ചൊല്ലാൻ പഠിച്ചാൽ, ഖുർആൻ ഓതാൻ പഠിച്ചാൽ, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് കിട്ടുന്ന നേട്ടം എത്രയാണ് സഹോദരങ്ങളെ. അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ ഖുർആൻ പഠിക്കുന്ന, പാരായണം ചെയ്യുന്ന മക്കളാക്കി തെരുമാറാവട്ടെ.